ഒറ്റയാൾ പോരാട്ടങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ വളപട്ടണത്തെ പൊതുപ്രവർത്തകൻ കെ.സി. സലീം നിര്യാതനായി. പൊതുകാര്യങ്ങൾ അധികൃതർ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതിനെതിരെ എന്നും സലീം കലഹം തീർത്തു. പുതിയ തെരുവിൽ ഡിവൈഡർ ആളെ കൊല്ലികളായപ്പോൾ പാതിരാത്രി റോഡിൽ കുത്തിയിരുന്ന സലീം പ്രതിഷേധിച്ചതും വാർത്തയായിരുന്നു. മരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സലീം പോസ്റ്റും പങ്കുവച്ചിരുന്നു. ഇനി കെ.സി. സലീമിന്റെ ഈ ഒറ്റയാൾ സമരമില്ല. ആ സമരജീവിതത്തിന് അന്ത്യമായി. സമൂഹ മാധ്യമങ്ങളിലൂടെയും നേരിട്ടും ഏതു പ്രശ്നങ്ങളും സലീം ഏറ്റെടുത്തു. നിർഭയനായി പ്രതികരിച്ചു. ഏറ്റവും ഒടുവിൽ ആ ഒറ്റയാൾ പോരാട്ടം കണ്ടത് പുതിയ തെരുവിലായിരുന്നു. മെയ് 18-ാം തീയതി രാത്രിയാണ് സലീം പുതിയ തെരു ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. വളപട്ടണം തങ്ങൾവയലിലെ സഫ്വാന്റെ അപകടമരണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ആ ഒറ്റയാൾ സമരം. നിരവധി പേരുടെ മരണം നടന്നിട്ടും റോഡിന്റെ ശോച്യാവസ്ഥയും ഡിവൈഡറിന്റെ അശാസ്ത്രീയതയും പരിഹരിക്കാത്തതിനെതിരെയായിരുന്നു സലീം ശബ്ദമുയർത്തിയത്. തന്റെ സന്തത സഹചാരിയായ സ്കൂട്ടർ റോഡിന് കുറുകെ ഇട്ടാണ് സലീം അധികാരികൾക്കെതിരെ ശബ്ദമുയർത്തിയത്. അഴിമതിക്കെതിരെ, കെടുകാര്യസ്ഥതയ്ക്കെതിരെ, അങ്ങനെ ഏതു വിഷയത്തിലും പ്രതികരിക്കാൻ സലീം വളപട്ടണം ഉണ്ടായിരുന്നു. വളപട്ടണത്തെ സുപ്രീം ലോറി ട്രാൻസ്പോർട്ട് ഉടമ കൂടിയായിരുന്നു സലീം. പരേതനായ ആയാർ ഹംസ കുഞ്ഞാമിന ദമ്പതികളുടെ മകനാണ്. ടി.പി. ഷമീനയാണ് ഭാര്യ. മുഹമ്മദ് സിനാൻ, മുഹമ്മദ് യാസിൻ, ആമിന ഷഹ്സാൻ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.